ഞാനിന്ന് കൊട്ടയം കത്രിയൊക്കെ ആയിട്ടാണ് കേട്ടോ. എങ്ങോട്ടാണെന്നല്ലേ, വേറെ എങ്ങോട്ടും അല്ല കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെ കുറച്ചുള്ള സ്ഥലത്ത് നട്ടിരുന്ന ബീട്രൂട്ടിന്റെ ഇലകളൊക്കെ എല്ലാം വലുതായിട്ടുണ്ട്. തണുപ്പ് മാറി തുടങ്ങിയ സമയത്ത് തന്നെ നട്ടതാണ് ഇവര് പിന്നെ ശീതകാല പച്ചക്കറികളായതുകൊണ്ടിട്ട് തണുപ്പിന് ഇച്ചിരി പ്രതിരോധിച്ചോളും. അതുകൊണ്ടിട്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല. ഇപ്പൊ ഒത്തിരി കാര്യമായിട്ട് വളർന്നു. ഇനി ഇലകൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ താഴേക്ക് വളരാനുള്ള നമ്മുടെ ബീട്രൂട്ടുകളൊന്നും വളരില്ല. അത് മാത്രമല്ല ഈ ഇലകളെല്ലാം പിന്നെ ചീത്തയായി പോവുകയും ചെയ്യും. ഇതിനും കൂടെ ഞാനൊരു തോരൻ വെക്കും കേട്ടോ. അപ്പൊ ഞാൻ ഇവരെയൊക്കെ പറിച്ചെടുക്കട്ടെ കേട്ടോ. ഒന്ന് രണ്ട് ഇലകൾ ഒഴിച്ച് ബാക്കി എല്ലാ ഇലകളും നമുക്ക് വെട്ടിയെടുക്കാവേ. ഈ ഇലകളെല്ലാം വളം എടുത്തേ ബീട്രൂട്ടിന്റെ വളർച്ച കുറവായിരിക്കും. അപ്പൊ നമുക്ക് ഈ ഇലകൾ ഇടവിട്ടെടുത്ത് തോരൻ വെക്കാം. ബീട്രൂട്ടിന് നമുക്ക് നല്ലോണം വളരാനായിട്ട് അനുവദിക്കാം. ഞാനിങ്ങനെ കുറെ ഇലകൾ എടുത്തൊന്ന് വിചാരിച്ചൊന്നും പേടിക്കണ്ട കേട്ടോ. ഇവരിപ്പൊ തന്നെ വളർന്നു വന്നോളും. അങ്ങനെ ഉണ്ടായിരുന്ന ഇലകളൊക്കെ ഞാൻ പറിച്ചെടുത്തു. അങ്ങോട്ട് കൊടുത്താലല്ലേ ഇങ്ങോട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടിട്ട് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്ത് അവർ പരിപുഷ്ടിപ്പിച്ചേക്കാം. ഉണ്ടാവട്ടെ നല്ലോണം ബീട്രൂട്ടൊക്കെ, നമുക്ക് കറക്കിരിക്കാനുള്ളതല്ലേ. കണ്ടപ്പോ കുറച്ചുണ്ടായിരുന്നുള്ളൂ തോന്നിയെങ്കിലും ഇത്രയും കിട്ടി കേട്ടോ. ഇനി ഞാനിത് എങ്ങനെയാ കറി വെക്കുന്നത് കാണിക്കാവേ. എന്ത് ഭംഗിയാണല്ലോ ഈ ഇലകളൊക്കെ കാണാൻ. ഞാൻ ഇവിടേക്ക് ഒന്ന് കഴുകി വെള്ളം വാരാൻ വെക്കട്ടെ കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതായത് കൊണ്ടിട്ടേ അധികം അഴുക്കൊന്നുമില്ല. പക്ഷെ എന്നാലും പൊടിയൊക്കെ കളയാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. കഴുകി വെച്ചേ വെള്ളം പോയ ഇലകളെ കരിഞ്ഞെടുക്കട്ടെ കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ വീട്ടില് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിലേ അതിനകത്ത് ഇച്ചിരി കഷ്ടപ്പെട്ട് ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിച്ച് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കഴിക്കുന്നതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. മായങ്ങളൊന്നുമില്ലാണ്ടേ നമ്മൾ ഈ വിഷമടിക്കാത്ത സാധനങ്ങള് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാനില്ലേ, ഇത് നല്ല കാര്യമല്ല അല്ലേ. അപ്പൊ നമുക്ക് കറികളെത്താം. പലർക്കും ഒരു ധാരണ ഉണ്ടാവും കേട്ടോ ഇതിന്റെ എല്ലാ കൊലത്തോന്നുള്ളത്. നമ്മുടെ ചീരയൊക്കെ കൊലത്തുന്നത് മാതിരി കൊലത്താവേ. ഞാൻ സാധാരണ ചെയ്യുന്നത് മാതിരി തന്നെ വേറെ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഈ ഇലകൾക്ക് ഇച്ചിരി മധുരം ഉള്ളത് കൊണ്ടിട്ട് വളരെ കുറച്ച് മാത്രം സവോള എടുത്തിട്ടുള്ളൂ കേട്ടോ. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എൻ്റെ അടുത്ത് ചുവന്നുള്ളി ഇല്ലാതിരുന്ന് കൊണ്ടിട്ട് സവോളയാണ് എടുത്തത്. പിന്നെ ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞ മാതിരി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ഞാൻ പറഞ്ഞുതരാവേ. വെളുത്തുള്ളി ചതച്ച് വെച്ചേക്കണോണ്ട് ഇപ്പൊ തന്നെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. കാരണം പിന്നെ പെട്ടെന്ന് ഒഴിഞ്ഞു പോവേ. സവോള ഒന്ന് ഒരുവിധം ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി. ഞാനിപ്പോ തടപ്പിലേക്ക് മാറ്റി വെക്കട്ടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് തീ കൂടിയിട്ട് പെട്ടെന്ന് മുരിയാൻ വേണ്ടിയിട്ട്. സവോള ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ടേ. അപ്പോഴേക്കും ഞാൻ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇടട്ടെ കേട്ടോ. ഇതിപ്പോ നല്ലോണം സവോളയും വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ടുണ്ടേ. നല്ല വെളുത്തുള്ളി മൂത്ത മണം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി, ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കാവേ. അത് മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിന് ഇടാട്ടോ. ഞങ്ങളുടെ എല്ലാത്തിനും ഇച്ചിരി എരിവ് കുറഞ്ഞ ആൾക്കാരാണേ. അതുകൊണ്ടിട്ട് ഇച്ചിരി മാത്രമേ ഇടുന്നുള്ളൂ. മുളക് പൊടി മഞ്ഞപ്പൊടി മൂത്ത് കഴിയുമ്പോൾ ഇത്തിരി തേങ്ങാപ്പീര. ഇതല്ലാട്ടോ ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ്. അത് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ തേങ്ങ ഒന്ന് പതുക്കെ മുറിഞ്ഞു വരുമ്പോ ഇതാ പ്രസന്റ് ചെയ്യാണ് എന്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ്. വേറെ ആരുമല്ല, ചെമ്മീൻ. ഞാനുണ്ടല്ലോ ചെമ്മീൻ സുലഭമായ നാട്ടിൽ നിന്ന് വരുന്ന ആളായത് കൊണ്ടിട്ട് എനിക്ക് എന്ത് പച്ചക്കറി എടുത്താലും ചെമ്മീൻ ഇടണം കേട്ടോ. അതല്ലെങ്കിൽ എനിക്കൊരു സുഖം ഉണ്ടാവും. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല ഇട്ട് കൊടുക്കാം. ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത്രയും ഉണ്ടാവുമെന്നെ. എന്തായാലും ഞങ്ങൾക്ക് മൂന്നവർക്കും കൂടിയുള്ള ഞാൻ കൊച്ചു കുടുംബത്തിന് വളരെയധികം ധാരാളം. ഇത് മൂടിയൊന്നും വെക്കണ്ട കേട്ടോ. കാരണം ഈ ഇലകളിൽ നിന്ന് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങി അതിന് വേകാനുള്ളത് ഉണ്ടാവും. ഒന്ന് തീ കുറച്ച് പതുക്കെ ഇങ്ങനെ തട്ടിക്കൊത്തി വെച്ചാൽ മാത്രം മതി. അതെന്തോ ഇത് കേട്ടോ, ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇലകളിൽ നിന്ന് വെള്ളം ഇറങ്ങി അത്യാവശ്യത്തിനധികം വെള്ളം ഉണ്ടാവുന്നത്. ഇതിനെങ്കിൽ മൂടി വെച്ചിട്ടുണ്ടെങ്കിലേ എന്താ പറ്റാതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി അങ്ങ് വെന്ത് ഇലകളൊക്കെ അങ്ങ് കുഴഞ്ഞിരിക്കും. അത് രസം ഉണ്ടാവില്ല. ഒരു വഴിക്ക് പോവാല്ലേ, കുറച്ച് വേപ്പല ഇട്ട് കൊടുത്തേക്കാവേ. ഇത് കണ്ടോ, നല്ല വെള്ളമൊക്കെ പറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഇറക്കാം കേട്ടോ. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നല്ല രുചികരമായിട്ടുള്ള ഒരു വിഭവമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ടെസ്റ്ററിന് കൊടുത്തു പോകട്ടെ കേട്ടോ. സൂപ്പർ. ഇഷ്ടപ്പെട്ടാ? നിങ്ങളും ഒരു പ്രാവശ്യമെങ്കിലും ചെമ്മീനിട്ട് ഇതേമാതിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
പിന്നെ ബീറ്റ്റൂട്ട് ഉണ്ടല്ലോ താഴെ തന്നെ നടണമെന്നൊന്നുമില്ല കേട്ടോ. ചട്ടിയുള്ളവർക്ക് അതിനകത്താണെങ്കിലും നടാവേ. ഒരു 3-4 മൂടുണ്ടെങ്കിൽ അവരവർക്ക് ആവശ്യത്തിന് അവരവരുടെ കുടുംബത്തിന് ഫ്രഷ് ആയിട്ടുള്ള ഇലക്കറികൾ കഴിക്കുകയും ചെയ്യാം. നമ്മുടെ ഭക്ഷണത്തിൽ ഇലക്കറികൾ ഉൾപ്പെടുത്തുകയും ചെയ്യാം.